പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 33ാം ജില്ലാ സാഹിത്യോത്സവയിലെ ഈ പവിത്രമായ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നൽകിയത് ആർക്കാ? അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് നൽകിയ ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. അന്ന് റജബ് മാസത്തിലെ 27ന്റെ പകലിൽ പ്രഭാത സവാരി നടത്തുന്ന ഖുറൈശി പ്രമുഖർ വഴിയരികിൽ വെച്ച് അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹേ അബൂബക്കറേ, നീയൊരു കാര്യം അറിഞ്ഞോ? നിന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ ബുദ്ധിസ്ഥിരത നഷ്ടമായെന്ന് തോന്നുന്നു. എന്തൊക്കെയോ മണ്ടത്തരമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ കാര്യമെന്തെന്ന് വ്യക്തമാക്കി പറയൂ. അവർ പരിഹാസത്തോടെ തുടർന്നു, ഒട്ടകപ്പുറത്ത് 40 ദിവസം വഴിദൂരമുള്ള ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് മുഹമ്മദ് ഇന്നലെ രാത്രി കൊണ്ട് പോയി വന്നെന്ന് പറയുന്നു. അതുമാത്രമല്ല, 7 ആകാശവും സ്വർഗവും നരകവും എല്ലാം കണ്ടിട്ടാണ് തിരിച്ചു വന്നതെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല അബൂബക്കറേ. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു സധൈര്യം ഖുറൈശികളുടെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു, പറഞ്ഞതിന്റെ കൂട്ടുകാരനാണോ? എങ്കിൽ വാർത്ത സത്യമാണ്. അതുവരെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ഖുറൈശികൾ ചിരിയടക്കി അന്തം വിട്ടു നിന്നുപോയി. അതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒട്ടകമല്ലാതെ യാത്ര ചെയ്യാൻ വേറൊരു വാഹനമില്ലാത്ത കാലഘട്ടത്തിൽ മക്ക എന്ന മരുപ്പറമ്പിൽ വെച്ച് അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ മറുപടി ഇന്നും നാം അത്ഭുതത്തോടെ വായിക്കുകയാണ്. ഞാൻ പോയി നബിയോട് ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ നബിയുടെ സദസ്സിൽ നിന്ന് വരുന്ന ആരോടെങ്കിലും കാര്യം അന്വേഷിച്ചു നോക്കട്ടെ എന്നൊന്നും ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന്റെ പ്രവാചക പ്രണയം നിറഞ്ഞ ഹൃദയത്തിന് സാധിച്ചില്ല. അത്രമേൽ ഇഷ്ടവും അതിനുപരി വിശ്വാസവുമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കൂട്ടുകാരനോട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ ഈ ധീരമായ പ്രഖ്യാപനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലും എത്തി. എന്നിൽ നിന്ന് വിവരമറിയുന്നതിന് മുൻപ് പരിഹാസവുമായി വന്ന ശത്രുക്കളിൽ നിന്ന് ഞാൻ പറഞ്ഞതായി കേട്ട വാർത്തയെ സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ കൂട്ടുകാരനെ അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച സ്ഥാനപ്പേരാണ് സിദ്ദീഖ് എന്നത്. അന്ന് മുതൽക്കേ അബൂബക്കർ സിദ്ദീഖ് എന്ന അദ്ദേഹത്തെ അതിർപൂർവ്വം ആളുകൾ വിളിച്ചു തുടങ്ങി. നോക്കൂ കൂട്ടുകാരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കടുപ്പം. നമുക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് ജീവിക്കാമെന്ന് ആശംസിച്ച് എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സ്നേഹജനങ്ങളെയും അല്ലാഹു തആല ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.